മലയാളത്തിലെ ഒട്ടുമിക്ക ബോക്സ് ഓഫീസ് റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ ചരിത്രമാണ് മോഹൻലാലിനുള്ളത്. നടൻ എന്ന നിലയിൽ ആദ്യ 25 കോടി, 50 കോടി, 100 കോടി, 150 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ച ചിത്രങ്ങളെല്ലാം മോഹൻലാലിന്റെ പേരിലാണ്. 4 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിന് ശേഷം മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ മേലങ്കി അണിഞ്ഞ ചിത്രമായിരുന്നു ബറോസ്. 100 കോടി ബജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം വമ്പൻ പ്രതീക്ഷകളോടെയാണ് ക്രിസ്തുമസ് റിലീസായി എത്തിയത്. ഫാന്റസി ജോണറിൽ എത്തിയ ചിത്രം ആദ്യ ദിനം മികച്ച കളക്ഷൻ തന്നെ നേടുകയും ചെയ്തു. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നത് തന്നെയായിരുന്നു പ്രേക്ഷകരെ ബറോസിലേക്ക് ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി പടത്തിന്റെ ഇനിഷ്യൽ കളക്ഷൻ ബറോസ് മറികടക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ ദിനത്തിന് ശേഷം ബറോസിന് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാറ്റ്നിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 9.8 കോടിയാണ് ബറോസ് ഇതുവരെ നേടിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് 8 ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് ബറോസിന് ഈ തുക ലഭിച്ചത്. 100 കോടി ബജറ്റിൽ ഒരുക്കിയ ബറോസിന്റെ ഈ കളക്ഷൻ കണക്കുകൾ അണിയറ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നതല്ല. 3.45 കോടിയാണ് ബറോസിന്റെ ഓപ്പണിംഗ് കളക്ഷൻ. രണ്ടാമത്തെ ദിവസം 1.6 കോടി രൂപയും, മൂന്നാം ദിവസം 1.1 കോടി രൂപയും, നാലാം ദിനം 1.2 കോടിയും, അഞ്ചാം ദിനം 1.3 കോടിയുമാണ് ലഭിച്ചത്. ആറാം ദിവസത്തെ കളക്ഷൻ 0.35 കോടി രൂപയായിരുന്നു. ഏഴാം ദിനം 0.28, എട്ടാം ദിനം 0.42 കോടി എന്നിങ്ങനെയാണ് ചിത്രം ഇതുവരെ നേടിയത്. മോഹൻലാലിനെ കൂടാതെ പാസ് വേഗ, റാഫേൽ അമാർഗോ, മായ, സാറ വേഗ, തുഹിൻ മേനോൻ, ഗുരു സോമസുന്ദരം, സീസർ ലോറന്റ് റാട്ടൻ, ഇഗ്നാസിയോ മറ്റിയോസ് തുടങ്ങിയുള്ള ആൾക്കാരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജിജോ പുന്നൂസ് എഴുതിയ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാലിനൊപ്പം ഇതര ഭാഷാ അഭിനേതാക്കളും മലയാള താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരന്നു. അതേസമയം നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബറോസ്. സിഡ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് പാർട്ണർ. എന്തായാലും ഈ ചിത്രത്തിന് പ്രതീക്ഷിച്ചത്ര കളക്ഷൻ കിട്ടാനായിട്ടില്ല എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്.